നമ്മളിന്ന് പോകുന്നത് ആക്ച്വലി മൂവിക്കാണ് കേട്ടോ. ബത്ലഹേം കുടുംബ യൂണിറ്റ് റിലീസായിട്ടുണ്ട്. അപ്പോൾ അത് കാണാനാണ് നമ്മൾ പോകുന്നത്. മോൾ ഓഫ് ട്രാവൻകൂറിലാണ്. ഷോ ടൈം വന്നിട്ട് 6:30 ആണ്. ചേച്ചിയുടെ മക്കളാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ്, എസ്പെഷ്യലി എന്നെ കാണുമ്പോൾ ഓവർ എക്സൈറ്റഡ് ആണ് കേട്ടോ. എൻ്റെ അടുത്താണ് ഭയങ്കര കളിയും ചിരിയും ഒക്കെയാണ്. ലുലു മോളൊക്കെ വരുന്നതിന് മുന്നേ MOT ആയിരുന്നു, ഫുൾ റഷും, ആൾക്കാർ ഫുൾ ഇവിടെയായിരുന്നു. ഇപ്പം ആൾക്കാരങ്ങനെ ഇല്ല. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു വീക്കെൻഡ് ആയതും പിന്നെ ഓണമൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം റഷ് ഉണ്ടായിരുന്നു. പാർത്തി കിഡ്സ് ഏരിയയിൽ പോകാമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. പക്ഷെ നമുക്ക് ടൈമില്ലല്ലോ, 6:30 ഷോയാണ്. നമ്മൾ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടല്ലോ വന്നത്. ഇപ്പം മോള് മാത്രമാണ് കറങ്ങാനായിട്ട് വന്നിരുന്നെങ്കിൽ നമുക്ക് കിഡ്സ് ഏരിയയും കൂടെ നോക്കാമായിരുന്നു. ബട്ട് മൂവിക്ക് വന്നതല്ലേ, എന്തായാലും കിഡ്സ് ഏരിയയിൽ കയറുമ്പോഴത്തേക്കും നല്ലൊരു ടൈം എടുക്കും. ഓൾമോസ്റ്റ് ഒരു 2 to 3 hours എങ്കിലും വേണം. അപ്പോൾ പിള്ളേർക്ക് എൻജോയ്മെൻറ്റ് ചെയ്യണ്ടേ. അപ്പോൾ മൂവിക്ക് വന്നതുകൊണ്ട് പിന്നെ നമ്മൾ അതിലോട്ട് പോയില്ല. പിന്നെ നമ്മൾ സ്നാക്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, സ്നാക്സും ജ്യൂസും ഒക്കെ. അപ്പോൾ അത് ഇതുവരെ ആയിട്ടില്ല, റെഡി ആയിട്ടില്ല. അപ്പോൾ ചേച്ചി എനിക്ക് ബില്ല് എന്നിട്ട് പറഞ്ഞു പോയാന്ന് നോക്കാൻ. അങ്ങനെ ഞാൻ പോയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു 5 minutes മാം, 5 minutes, ഇതുവരെ റെഡി ആയിട്ടില്ല. കൗണ്ടറിൽ ആരും ഇല്ലായിരുന്നു. പിന്നെ എന്തിനാണെന്ന് ഇവർ ഇത്ര ലേറ്റ് ആക്കണേന്ന് അറിഞ്ഞുകൂടാ. പിന്നെ ഞാൻ അവിടെ നിന്നില്ല. ഞാൻ പിന്നെ ബില്ല് കൊണ്ടുപോയി ചേച്ചിയെ കൊടുത്തു. ചേച്ചി പോയി മേടിക്കാമെന്ന് പറഞ്ഞു. പിന്നെ മോമോസും ഇലയപ്പവും കുഴക്കട്ടയും ജ്യൂസും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ സ്ട്രോബെറി ജ്യൂസാണ് കേട്ടോ പറഞ്ഞത്, വിത്തൗട്ടായിരുന്നു. ഞാൻ ഷുഗർ കട്ട് ആയതുകൊണ്ട് സ്ട്രോബെറി വിത്ത് നോ ഷുഗറാണ് പറഞ്ഞത്. പിന്നെ അവർക്കൊക്കെ പൈനാപ്പിളും മാംഗോ ജ്യൂസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ നമ്മൾ കഴിച്ചതിന് ശേഷം പിന്നെ പതുക്കെ തിയേറ്ററിൻ്റെ അടുത്തേക്ക് പോയി. പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. 6:35 ഷോ. അപ്പോൾ നമ്മൾ പതുക്കെ തിയേറ്ററിലോട്ട് പോയി. അവിടെ ചെന്നപ്പോഴാണ് ഭയങ്കര ആൾക്കൂട്ടം. പിന്നെ നോക്കിയപ്പോൾ അവിടെ ക്ലീനിങ് നടക്കുമായിരുന്നു. 6:45 ആയപ്പോഴത്തേക്ക് ഷോ തുടങ്ങി കേട്ടോ. മൂവിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല മക്കളെ, സൂപ്പർ മൂവി. നിവിൻ പോളിയെ ഇങ്ങനെ തന്നെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നി. എന്നാ അഭിനയം, എന്നാ ലുക്ക്, അതുപോലെ എല്ലാ കാസ്റ്റും അവരുടെ ക്യാരക്ടർ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ ഒരു രക്ഷയില്ല. നല്ല ഫീൽ ഗുഡ് മൂവി. ഇമോഷൻ, കോമഡി ആണെങ്കിൽ അതിൻ്റെ അപ്പുറം. കവളൊക്കെ വയ്യ കേട്ടോ, ചിരിച്ചിരിച്ച് മരിച്ചു. നല്ലൊരു കിടിലം മൂവി, ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയൊരു കിടിലം മൂവിയാണ്. എന്തായാലും ഓണം ബത്ലഹേം കുടുംബ യൂണിറ്റ് തൂക്കി മക്കളെ, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ മൂവിയൊക്കെ കഴിഞ്ഞിട്ട് 9:30 ആയപ്പോഴത്തേക്കും ഇറങ്ങി കേട്ടോ. ലേറ്റായിപ്പോയി, നമ്മൾ ഫുഡൊന്നും കഴിക്കാനായിട്ട് കയറിയില്ല. പിന്നെ ഇതാണ് മോൾ വ്യൂ കേട്ടോ. നൈറ്റ് ആയപ്പോഴത്തേക്കും ലൈറ്റ്സൊക്കെ ഇട്ട് ഓണമൊക്കെ ആയതുകൊണ്ട് സൂപ്പറായിരുന്നു കേട്ടോ.